ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവി അച്ഛനോട് പറയുന്നുണ്ട്, ബാലച്ചൻ എന്തായാലും ആനന്ദേട്ടൻ്റെ വായിൽ നിന്ന് ഇതൊന്നും അറിയാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റിക്കാനും പോകുന്നില്ല. വേറെ ഏതെങ്കിലും വഴി കൂടെ ബാലച്ചൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. ഇനി അത് അറിയുന്നത് വരെ നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടും. പക്ഷേ ഇനി നിങ്ങൾ ചെയ്യുന്ന ചതിയിലൊന്നും ഞാൻ കൂട്ടുനിൽക്കാൻ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി ആകെ ടെൻഷനിലാട്ടോ. വീട്ടിൽ കൊടുക്കുന്ന ആഹാരങ്ങളും ഒന്നും കഴിക്കാതെ ദേഷ്യമാണ് അച്ഛനോടും അമ്മയോടും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഓരോ കള്ളത്തരങ്ങളും ഞാൻ വിശ്വസിച്ച് അതിന് കൂട്ടുനിന്നതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുന്ന ഞാൻ മാത്രമാണ്. എൻ്റെ ജീവിതമാണ് ഇപ്പോൾ കുട്ടിച്ചോറായിട്ട് നിൽക്കുന്നതെന്നെല്ലാം പറയട്ടോ. എന്നിട്ട് ശ്രീകല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിക്കണം മോളെ. പിന്നെ അവിടെ ദേവമംഗലത്തെ മൂത്ത മരുമകളാണ് നീ. അതുകൊണ്ട് തന്നെ അവിടെ നീ മൂത്ത മരുമകളായിട്ട് അവിടെ തന്നെ കഴിയണം, അല്ലാതെ ഇവിടെ അല്ല കഴിയേണ്ടത്. അത് തിരിച്ച് പോവാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ. അതേസമയം ആനന്ദാണെങ്കിൽ ആകെ ക്ഷീണിച്ച് അവശയായി നേരെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ബാലനാണ് വീട്ടിൽ വരുന്നത് കേട്ടോ, കടയൊക്കെ പൂട്ടിയിട്ട്. വരുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, ദേവി എന്തേ? ദേവി ഇതുവരെ വന്നില്ല. എന്താ ജോലി കഴിഞ്ഞ് ഇതുവരെ എത്തിയില്ലേ? ഇല്ലയെന്ന് പറയുക. അത് അപ്പോഴത്തേക്കിനും ബാലൻ മനസ്സിൽ വിചാരിക്കണം, ഞാൻ കാത്തിരിക്കുക അവളിങ്ങോട്ട് വന്നോട്ടെ. അപ്പോഴാണ് നമ്മുടെ ആനന്ദ് വരുന്നത്. ആനന്ദ് ആകെ തളർന്നു പോയി. അപ്പോൾ ആനന്ദിൻ്റെ കൂടെ ദേവിയില്ല. ഇവരൊക്കെ വിചാരിച്ചു വരേണ്ട സമയം കഴിഞ്ഞിട്ടും ആനന്ദ് ദേവിയും കൂടെ ഒരുമിച്ച് വരുമെന്ന്. എല്ലാം ഗോമതി ഓടിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്, മോനെ ആനന്ദേ, ദേവി എന്തിയെന്ന്? ദേവിയില്ല, അവളുടെ വീട്ടിലാണ്. അതെന്താ അങ്ങനെ? അവൾ നേരെ അങ്ങോട്ട് പോയി. എടാ, എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ വഴക്ക് കൂടിയോ എന്താണെന്നെല്ലാം ചോദിക്കാട്ടോ. പക്ഷെ ആനന്ദ് ഒന്നും മിണ്ടുന്നില്ല. ആനന്ദിന് ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല. പക്ഷെ ആനന്ദിൻ്റെ മുഖവും നിപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ ഗോമതിക്കും ബാലനും ഒക്കെ വല്ലാത്ത സംശയം ഒക്കെ തോന്നാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ വിചാരിക്കുന്നു, അങ്ങനെ നമുക്ക് ഈ ഉദയഭാനുവിനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അയാൾ അങ്ങനെ നല്ല വല്ല ചമയം നടക്കണ്ട, ഒരു പണി കൊടുക്കണം. വിടൂല ഞാൻ അയാളെ എന്നും പറഞ്ഞുകൊണ്ട് ആ രാത്രി തന്നെ ഉദയഭാനുവിനെ ഫോണിൽ വിളിക്കാട്ടോ. അത് കാണുമ്പോൾ തന്നെ ഉദയഭാനു പെട്ടെന്ന് തന്നെ ഞെട്ടി വിറയ്ക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീകലയും, ഇതേട്ടാ ബാലനാണല്ലോ, അവിടുത്തെ ബാലട്ടനാണല്ലോ വിളിക്കുന്നത്. ഈശ്വര, എല്ലാം അറിഞ്ഞിട്ടാണോ? ആനന്ദ് എന്തായാലും വീട്ടിലെത്തിക്കാണും, സമയം കഴിഞ്ഞ് കാണും. അപ്പോൾ എന്താവും കാര്യം, എന്തെങ്കിലും പറഞ്ഞു കാണോ? അങ്ങനെ പേടിച്ച് ഇരിക്കാട്ടോ. ശരിക്കും ബാലനൊരു അടവ് പ്രയോഗിക്കുകയാണ് അവിടെ. ദേവി എന്തേ അവിടെ നിൽക്കുന്നില്ലേ സാർ, ഉദയഭാനു സാർ എന്നൊക്കെ വിളിച്ച് അങ്ങ് അഭിനയിച്ച് തകർക്കട്ടെ. ഇനി അങ്ങോട്ട് നമ്മളെ ബാലൻ്റെ കുറേ അഭിനയമാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാം ഉള്ളിൽ അറിഞ്ഞു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെയുള്ള പുറമെ ഉദയഭാനുവിനെയും സ്ത്രീകളെയും ശരിക്കും വട്ടിളക്കുന്ന പോലുള്ള ഒരു അഭിനയമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്